സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തെ ഓർത്തങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, പ്രകാരം കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കർത്താപാദപീഠത്തിൽ ഞങ്ങളായിരിക്കാൻ സ്വർഗ്ഗം അവിടെ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പാട്ടുകൾ പാടുവാൻ കൊണ്ട് ഞങ്ങളെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ മീറ്റിംഗ് കർത്താവെ ഓൺലൈനിൽ കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഈ മീറ്റിങ്ങിലായവരെയും കർത്താവെ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് കർത്താവെ അനുഗ്രഹമായി തീർക്കുവാൻ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവെ ദൈവശബ്ദത്തെ ഞങ്ങൾക്ക് തരുവാൻ തക്കണം കർത്താവെ. ഞങ്ങളെ കാതുകളെ കൂർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രകാരം നടപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി കുഞ്ഞുങ്ങളായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്ന് തലമുണങ്ങിയിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവസാന്നിധ്യത്തിൽ കൂടെ മറവിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പസമയം കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ പാദത്തിലായിരിക്കുന്നത് ദൈവനാമത്വപ്പെടുത്താക്കി തീരുമാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെട്ടിരിക്കുന്ന വിഷയം ദ സീക്രട്ട് ഓഫ് ടാരിയിങ്, കാത്തിരിപ്പിൻ്റെ രഹസ്യം എന്ന വിഷയമാണ്. കാത്തിരിപ്പിൻ്റെ രഹസ്യം. ഞാൻ പ്രാരംഭമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കാത്തിരിപ്പിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ രഹസ്യമായി കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദ സീക്രട്ട് ഓഫ് ടാരിയിങ് ഈസ് ടാരിയിങ് ഇൻ സീക്രട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രഹസ്യമായി കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും അതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. പലർക്കും ദൈവസന്നിധി കാത്തിരിക്കാനായിട്ട് കഴിയുന്നില്ല. പലർക്കും ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ കഴിയുന്നില്ല. അതിന് പകരം അവരെന്ത് ചെയ്യുന്നു? മറ്റു പല കാര്യങ്ങളിലേക്ക് ഉഴറി നടക്കുകയാണ്. ഉറ്റിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് മാനുഷികമായോ പൈശാചികമായോ വിഷയങ്ങളിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു, ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുക. ഈ ദൂത് പലവട്ടം നാം കേട്ടുള്ളതാണ്. എന്നാൽ ഒന്നുകൂടി ദൈവവചനത്തിൽ ഓർപ്പിച്ച് ഉണർത്തുന്നത് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഈ ദൂതിലേക്ക് കടന്നു വരാം. ഒന്നാമത്തെ കാര്യം, ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ഹീബ്രു ലാംഗ്വേജിലാണ്. നാം എടുത്തിരിക്കുന്നതും ആദ്യം മുതൽ ചില വിഷയങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവചന പുസ്തകങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളോട് പറയാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. ചില വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അത് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്, ഈ ഹീബ്രു വേർഡിൽ 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് കാത്തിരിപ്പ് എന്ന പദത്തിനുള്ളത്. കാത്തിരിപ്പ് എന്ന പദത്തിനുള്ളത് 3 പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഒന്നാമത്തത് മഹ എന്ന വാക്കാണ്. മഹ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ മീനിങ്ങിലേക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ്. ജനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 16. അവിടെയാണ് കാത്തിരിക്കുക എന്നതിന് മഹ എന്ന ഹീബ്രു വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മലയാളത്തിലില്ല, മറ്റ് ലാംഗ്വേജിലില്ല, ഹീബ്രുവിൽ മാത്രമേ അതുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ആ വാക്യം എടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ആയിരിക്കുന്ന ഭവനത്തിൽ കഴിയുമെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനവുമായി ഒന്നിരുന്നാൽ ഭാഗങ്ങളെടുത്ത് പഠിച്ചാൽ അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 19-ന്റെ 16-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി ആക്കി. ലിംഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെ വെയിറ്റ് ചെയ്ത് ഡിലേ ആകുക. ടാരിയിങ് എന്ന പദത്തിൻ്റെ അർത്ഥം കാത്തിരിക്കുക എന്നാണ് നാം പൊതുവെ ഉപയോഗിക്കുന്നത്. എങ്കിൽ സ്തോത്രം, കാത്തിരിക്കുക എന്ന പദത്തിന് ഉള്ള യഥാർത്ഥ മീനിങ് ഇവിടെ മനസ്സിലായല്ലോ. രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ സോദോമിൽ ലോത്തിൻ്റെ ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ. ലോത്തിൻ്റെ ഭവനത്തിൽ വന്നിട്ട് അവരോട് പറഞ്ഞു, ഈ പട്ടണം നശിക്കപ്പെടാൻ പോവുകയാണ്, തീ വെച്ച് നശിപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ട്
തകർന്നു പോകും, മുഴുവൻ പട്ടണവും തീരാൻ പോവുകയാണ്, നിങ്ങൾക്കിവിടെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ വിളിക്ക്, പുറപ്പെട്ട് പോ എന്നെല്ലാം അന്ന് രാത്രിയിൽ സംസാരിച്ചു. ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നിട്ടും ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞിട്ടും അവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളിത് ഒത്തിരി കേട്ടതാന്നുള്ള രീതിയിലാണ്. ആമേൻ. നമ്മ ഇന്ന് ഈ കാലഘട്ടവും വ്യത്യസ്തമുള്ള കാലഘട്ടമല്ല. ചിലർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നുന്നു. ആമേൻ. ചിലർക്ക് ഇതൊരു അത്യാവശ്യമല്ലെന്ന് തോന്നുന്നു. വേറെ ചിലർക്കാകട്ടെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആത്മീയം കൂടുമ്പോൾ പറയാറുണ്ട് ആൾക്കാർ. അത് കുറച്ച് കഴിയുമ്പോൾ നിന്നോളും. ഈ ആവേശം കൂടുമ്പം പരവേശം വരും. ആത്മീയമായിട്ട് ആവേശം കൂടുമ്പം ചില പരവേശങ്ങളൊക്കെ ഉണ്ടാകും. അന്നേരം ഓരോന്ന് വിളിച്ചു പറയുന്നതാണ് എന്നാണ് അന്നും ഇന്നും മനുഷ്യർ ചിന്തിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, വളരെ നിർബന്ധിച്ചു പുറത്തു വാ, തകർന്നു പോകാൻ പോവാ, പട്ടണം നശിക്കപ്പെടാൻ പോവാ. ഇതെല്ലാം പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ അവർ താമസിക്കുന്നു എന്ന് കണ്ടിട്ട്, അതാ വചനം പറയുന്നത്, താമസിക്കുന്നു എന്ന് കണ്ടിട്ട്, ഹല്ലേലൂയ, ദൈവം തൻ്റെ ദൂതന്മാരോട് പറയുകയാണ്, ഇനിയും കാത്തിരിക്കണ്ട, പുറത്തിറക്കവനെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുപോവാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ താമസിക്കുന്ന അവസ്ഥയ്ക്കാണ് മഹ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി അവിടെ തന്നെ നിൽക്കുക. സ്തോത്രം. ശരിക്കും സംഭവിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗൗരവം ഉണ്ടെങ്കിൽ അവരങ്ങനെ നിൽക്കുമോ? അത് ദൂത് കേൾക്കുമ്പോഴേ ഇറങ്ങി ഓടത്തില്ലേ? പലപ്പോഴും നമ്മുടെ മാനുഷികമായ ചിന്തയിൽ ആമേൻ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ്, കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനെക്കുറിച്ച്, സാരമില്ല, ഇന്നലത്തെ പോലെ ഇന്നും നടക്കും, നാളെയും പോകും. എന്നാൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നു, തീ കൊണ്ട് ദഹിപ്പിക്കാൻ പോകുന്നു. ആമേൻ. ഇത് ദൂത ഉള്ളിൽ കേട്ടിട്ടും വീണ്ടും ചുറ്റിക്കറങ്ങി നിൽക്കുക. രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ, ദൈവകൽപ്പന അനുസരിക്കണമെന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ സാരമില്ലെന്ന് ചിന്തിക്കുന്ന ആമേൻ, കുഴപ്പമില്ലെങ്കിലും മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന, നമുക്കിഷ്ടംപോലെ സമയമുണ്ടെന്ന് ചിന്തിക്കുന്ന, അത് ഒരബദ്ധമാണ്, അപകടമാണെന്ന് കാണാനായിട്ട് കഴിയുന്നു. അതിനുവേണ്ടിയാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സമയം നശിപ്പിച്ച് കളയുന്ന ഒരു ടാരിങ് അല്ല. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി അത് പ്രത്യേകം ഓർക്കണം. ആമേൻ. അപ്പോൾ പലതരത്തിലുള്ള ടാരിങ് ഉണ്ട്, അല്ലെങ്കിൽ കാത്തിരിപ്പുണ്ട്. സമയം നശിപ്പിക്കുന്ന സമയം കൊല്ലികളല്ല ദൈവമക്കൾ. ഇതിന് പിന്നിൽ രഹസ്യമുണ്ടെന്ന് പറയാനാ. അതുകൊണ്ട് വേറെ അർത്ഥത്തിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഈ ഒരു ആമേൻ ഗ്രൂപ്പിലേക്ക്, കർത്താവിൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ വചനം ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വാക്കെന്ന് പറയുന്നത് ഷാഖ എന്ന പദമാണ്. ഷാഖ. ഓക്കെ, എനിവേ, സ്തോത്രം. ആ പദത്തിനെ നമുക്ക് കാണണമെങ്കിൽ യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിലേക്ക് വരണം. 30-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? താമസിക്കുക, ടാരിങ് എന്ന പദത്തിന് അവിടുത്തെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നത് ദൈവമാണ്, യഹോവയായ ദൈവമാണ്. യെശയ്യാ പ്രവചനം, ഐസയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 18. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. അതുകൊണ്ട് ദൈവം താമസിക്കുന്നു. ദൈവം ചുറ്റിക്കളി നടത്തുകയല്ല, ചുറ്റിക്കറങ്ങുകയല്ല. ദൈവം കൃപ കാണിക്കാനായിട്ട് താമസിക്കുന്നു. അതൊരു ഗുരുതരമായ കാര്യമല്ലേ? എന്നേ കൃപ പ്രാപിച്ച് കയറിപ്പോണ്ടതല്ലേ? എന്നേ അനുഗ്രഹം പ്രാപിച്ച് കയറിപ്പോണ്ടതല്ലേ? പ്രമോഷൻ കിട്ടേണ്ടതല്ലേ? സ്തോത്രം. പക്ഷേ ദൈവ കൃപ കാണിക്കാൻ താമസിക്കുന്നു. വെയിറ്റ്. എന്തിനാ താമസിക്കുന്നേ? ആൾ ഒരുങ്ങിയിട്ടില്ല. ദൈവത്തിൻ്റെ മനുഷ്യൻ ഇതുവരെ ഒരുങ്ങിയിട്ടില്ലെന്ന്. അഭിഷേകത്തിൻ്റെ പകർച്ചയുമായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ആൾ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് ദൈവം താമസിക്കുന്നു. ദൈവം ഇടപെടുന്നു, പ്രവാചകന്മാരെ അയക്കുന്നു, ദൈവശബ്ദം അയക്കുന്നു, വേഗം ഒരുങ്ങിക്കോ. എന്നിട്ട് താഴോട്ട് വായിച്ചു. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇപ്പം ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന പരുവത്തിലായി ഇപ്പം നിൽക്കുന്നേ. അങ്ങനല്ല വേണ്ടിയത്, കത്തുവാൻ, പ്രകാശിക്കുന്ന രീതിയിലാകണം. ഉറങ്ങുന്നവനെ ഉണർന്ന എഴുന്നേൽക്കുക, മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ
പ്രകാശിക്കും. നീ കരിഞ്ഞു പോകുമെന്നല്ല, നീ കരിക്കട്ടയാകുമെന്നല്ല. സ്തോത്രം. വാസ്തവത്തിൽ കത്തുന്നത് തീയല്ലേ? ആമേൻ. ലാമ്പ് സ്റ്റാൻഡിന്മേൽ നിൽക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്കിൻ്റെ മേൽ കത്തുന്നത് തീയല്ലേ? പക്ഷേ ആ വിളക്കിനെ കത്തിച്ച് കളയാറുണ്ടോ? അത് ഒരിക്കലുമില്ല. ക്രമീകരണത്തിൽ നിന്നാൽ ഇതൊരു പ്രകാശത്തിൻ്റെ തീയ. അതുകൊണ്ട് ദൈവം പറയുന്നു, അതെല്ലാം ആയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൃപ കാണിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് വൺ, അതിനെ അടുത്ത് താഴോട്ട് വയ്ക്കുമ്പോൾ, യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, യെസ്, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ താമസിക്കുന്നു, എനിക്ക് വേണ്ടി താമസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലെസ്സഡ് ആർ ദോസ് വെയിറ്റിംഗ് ഫോർ മീ. കർത്താവ് പറയുന്നു, അവന് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് കാത്തിരിക്കുന്നു, എല്ലാവരെയും കൂടെ കത്തിക്കണമെന്നാണ്, പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ആരും ഔട്ടാകരുതെന്ന് കർത്താവ് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞത്, കൃപയുടെ വണ്ടിക്കകത്ത് എല്ലാവരും കയറണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട്, വാഹനം കൊണ്ട് നിർത്തിയിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക, കയറ് കയറ് കയറ്. പക്ഷേ കുറേ പേര് ഒരുങ്ങിയിട്ടില്ല. കർത്താവ് പറഞ്ഞ് വെയിറ്റ്, വണ്ടി വിടരുത്, കുറച്ചുകൂടെ നിൽക്കേ. സ്തോത്രം. അവന് വേണ്ടി ആരെല്ലാം കാത്തു നിൽക്കുന്നുണ്ടോ അവരൊക്കെ ഭാഗ്യവാന്മാർ. ഈ പദം ഞാൻ വായിക്കുമ്പം, ഇനി ചിലപ്പോൾ ഒരുപക്ഷെ നാളുകളിൽ നമുക്ക് വീണ്ടും ആ വാക്യം ആവശ്യമായിരിക്കുമെങ്കിലും ഞാൻ ആ സംഭവം ഒന്ന് പറയാം. സമയമില്ലാത്തതുകൊണ്ട് ആ റെഫറൻസിനോട് ഞാൻ വരുന്നില്ല, പറഞ്ഞങ്ങ് വിട്ടേക്കാം. ഒന്നാമത്തെ ഇസ്രായേലിൻ്റെ രാജാവായ ശൗൽ യഹോവയുടെ സന്നിധിയിൽ വന്ന് യാഗം കഴിക്കുന്നൊരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നു. സത്യം പറഞ്ഞാൽ അവനെ അഭിഷേകം ചെയ്തത് യാഗം കഴിക്കാനാണോ? അല്ല, അവനെ രാജാവായിരിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്തേ. എന്നിട്ട് ശമൂവേലിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം. ശമൂവേലിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ വന്നിട്ടാണ് അടുത്ത പ്രാർത്ഥന നടത്തേണ്ടത്, ശമൂവേൽ വരിക. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരെ കാണുന്നില്ല? ശമൂവേലിനെ കാണുന്നില്ല. ഉടനെ ഇദ്ദേഹം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നേരെ യാഗപീഠത്തിനോട് അങ്ങ് കയറി, എന്നിട്ട് യാഗമൃഗത്തെ അങ്ങോട്ട് അറുത്ത് ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷ അങ്ങ് ചെയ്തു. യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ശമൂവേൽ പ്രവാചകൻ വരുന്നു. എന്നിട്ട് നേരെ പറയുന്നത്, നന്നായിപ്പോയി, ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി, വണ്ടി താമസിച്ചു, അതുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് നന്നായി എന്നാണോ പറയുന്നത്? നീ ചെയ്ത ഭോഷത്വം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാക്യം വെച്ച് തിരിച്ചു ചോദിക്കാം, ശമൂവേൽ പ്രവാചകൻ എവിടെ ആയിരുന്നു ഇത്രേ ദിവസം? അദ്ദേഹം പറയുന്നുണ്ട്, ശൗൽ രാജാവ് പറയുന്നുണ്ട്, ജനമെല്ലാം എന്നെ വിട്ടു പോകാൻ തുടങ്ങുന്നു, ഞാൻ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുകയാണ്, ശത്രുക്കൾ വന്ന് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു, ഞാൻ ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി യാചിച്ചതുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പുള്ളി പ്രാർത്ഥിക്കാൻ വേണ്ടി ഭയങ്കര ധൃതി നിൽക്കുക. ആരുമില്ലെങ്കിൽ ഞാനങ്ങ് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് പോലെ. സംഭവം അങ്ങനല്ല. ദൈവം ഒരു ടെസ്റ്റ് നടത്തുകയായിരുന്നു. ക്യാൻ യു വെയിറ്റ് ഫോർ ഗാഡ്? ദൈവത്തിന് വേണ്ടി ടാരി ചെയ്യാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ധൃതിപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ യഥാർത്ഥത്തിൽ സമയം വരുന്നത് വരെ, കർത്താവ് പ്രവർത്തിക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കാനായിട്ട് മനസ്സുണ്ടോ? അവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഈ ദാവീദും ശൗലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ആമേൻ. ദാവീദാണെങ്കിൽ എന്തോ ചെയ്യും? അവൻ വീണ്ടും കാത്തിരിക്കും. അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യഹോവേ ഞാൻ പുറപ്പെടണോ? യഹോവേ ഞാനത് ചെയ്യണോ? ധൈര്യമുണ്ട്, ശക്തിയുണ്ട്, ആളുണ്ട്, പെരുപ്പമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചോദിക്കുക, ഞാനത് ചെയ്യണോ? ടാരിങ്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. മൂന്നാമത്തെ പദം ആഖാർ എന്ന പദമാണ്. ആഖാനല്ല, ആഖാർ. ആഖാർ. ആ പദം കാണുക ഹബക്കൂക്കിൻ്റെ പുസ്തകം, ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ്. അത് നല്ല പരിചയമുള്ളൊരു വാക്യം കൂടിയാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് നമ്മൾ അവധി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ചിലടത്ത് അവധി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹോളിഡേ എന്ന് കേൾക്കുന്നവരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഹോളിഡേ 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 എന്ന് പറയുമ്പോൾ ട്രിപ്പിനെ കുറിച്ച് ഓർക്കുന്നു, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിനെ കുറിച്ച് ഓർക്കുന്നു, അടിച്ച് പൊളിച്ച് നടക്കുന്നതിനെ കുറിച്ച് ഓർക്കുന്നു. അങ്ങനെ പല ഇമേജുകളാണ് മനസ്സിൽ വരുന്നത്. ഹോളിഡേ. പക്ഷേ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഹോളിഡേ. സ്തോത്രം. അത്യാവശ്യത്തിന് ഒരു ഓഫീസറെ കാണാൻ വേണ്ടി ചെന്നു, അവിടെ ഓഫീസർ എഴുതി വെച്ചിരുന്നു ഹോളിഡേ. അന്നേരം സന്തോഷിക്കാറുണ്ടോ?
നിങ്ങൾ വളരെ അത്യാവശ്യത്തിന് ചെന്നിരിക്കുക. ഒരു പേപ്പർ കിട്ടിയാൽ അല്ലെങ്കിൽ സൈൻ ചെയ്തേ ഒക്കത്തുള്ളൂ, സീൽ ചെയ്തേ ഒക്കത്തുള്ളൂ, വളരെ എമർജൻസിയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് നോക്കി ഹോളിഡേ. സ്തോത്രം. അത് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമല്ല. ഇതുപോലെ ദർശനത്തിനും ഒരു ഹോളിഡേ ഉണ്ട്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് വിശദീകരണത്തിൽ വരാം. അപ്പം ഈ 3 പദങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഈ വാക്യം ഒന്നുകൂടെ അവിടെ വായിച്ചു. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഉറങ്ങുമെന്നല്ല, അവിടെ നിന്ന് നഷ്ടപ്പെടുമെന്നല്ല കേട്ടോ. ദൈവത്തിൻ്റെ അവധിയാണെങ്കിൽ ദൈവം ഒരു അവസാനം കൂടെ വെച്ചിട്ടുണ്ട്. ഇന്ന് പോ നാളെ വാ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീസിലെ പോലല്ല. കർത്താവിന് അതിനകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ടാരി ചെയ്തുകൊണ്ട് ദൈവസന്നിധി ഇരുന്നാൽ നാളെ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തം നടന്നിരിക്കും. അത് രാജകീയമായി വിടുതലായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 3 പദങ്ങളാണ് നമ്മൾ കാണുവാൻ കഴിഞ്ഞത്. ഒന്ന് മഹ എന്ന പദമാണ്. അത് നല്ല അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു. ലോകത്തിനോട് പറഞ്ഞത് കറങ്ങി ഡിലേ ചെയ്യുകയാണ്. തീ വരുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടേണ്ടതിന് വേണ്ടി. എന്നാൽ അത് കഴിഞ്ഞില്ല. രണ്ടാമത്തത് ഷഖ എന്ന പദമാണ്. അത് കാണുവാൻ കഴിഞ്ഞത് ദൈവം താമസിക്കുന്നു. കർത്താവ് പറയുന്നു, എനിക്ക് വേണ്ടി ആരെങ്കിലും താമസിച്ചിരുന്നാൽ അവൻ അനുഗ്രഹിക്കപ്പെടും. പെട്ടെന്ന് നെടിപിടിയും നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ഒരു ദിവസം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ 3 ഉത്തരങ്ങളാണ് ഉള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒന്നാമത് യേസ് എന്ന പദമാണ്. കർത്താവ് പറയുന്ന യേസ് കേൾക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കർത്താവ് ഞാനിങ്ങനെ ചെയ്യട്ടെ, കർത്താവ് പറയും യേസ്, നമുക്ക് സന്തോഷമാണ്. എന്നാൽ രണ്ടാമത് കർത്താവിൻ്റെ പരിപാടിയുണ്ട്, വെയിറ്റ്. അത് കേൾക്കുമ്പോഴേ നമ്മുടെ മോഹൻ വാടും. ഇനിയും വെയിറ്റ് ചെയ്യണോ കർത്താവേ? എത്രത്തോളം ഞാൻ വെയിറ്റ് ചെയ്യണം കർത്താവേ? എൻ്റെ ജീവിതം അവസാനിക്കാറായില്ലയോ കർത്താവേ? ഇനി എനിക്കൊരു സമയം ഉണ്ടോ കർത്താവേ? ചോദിച്ചിട്ടില്ലേ? കർത്താവ് പറയുന്ന ആ വെയിറ്റിങ്ങിനകത്തൊരു ഭയങ്കര വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ലോകം അറിയാത്തൊരു വിടുതൽ അതിനകത്തുണ്ട്. ചിലയിടങ്ങളിൽ കർത്താവ് പറയും നോ എന്ന് പറയും. അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. സ്തോത്രം. അത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. മൂന്നാമത്തെ പദം നമ്മൾ കണ്ടു, ആഖാർ എന്ന പദമാണ്. അതിനെക്കുറിച്ച് കാണുന്നത് വാഗ്ദത്തങ്ങൾക്ക്, ദർശനങ്ങൾക്ക് ഒരവധിയുണ്ട്. പക്ഷേ അത് എന്നും നീണ്ടു നിൽക്കുന്ന അവധിയല്ല. അവൻ എഴുന്നേറ്റ് വന്ന് പ്രവർത്തിക്കും. അത് സ്തോത്രം. ഓടിപ്പോകുന്നവന് വായിക്കത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ വായിക്കത്തക്കവണ്ണമുള്ള വലിയ എഴുത്തുകൾ ദൈവം നമ്മുടെ മേൽ എഴുതുവാൻ പോവുകയാണ്. താങ്ക് യു ലോർഡ്. ടാരിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, കാത്തിരിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്ന് പറയുന്നത് ടാരിങ് ഓഫ് ആൻ ഈഗിൾ എന്നുള്ളതാണ്. നമുക്ക് നല്ലോണം അറിയാവുന്ന കാര്യമാണ്. ഈഗിൾ, കഴുകൻ്റെ കാത്തിരിപ്പ്. രണ്ടാമത്തെ കാത്തിരിപ്പ് ടാരിങ് ഓഫ് ഐ വാച്ച്മാൻ. വാച്ച്മാനെ പോലെ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടക്കൊത്തളത്തിൻ്റെ മുകളിൽ കയറിയതുകൊണ്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വാച്ച്മാൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വീടുകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസിൻ്റെ വാച്ച്മാൻ്റെ കാര്യമല്ല. അപ്പോൾ പണ്ട് കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് അവരുടെ കോട്ടക്കൊത്തളങ്ങൾ, കാസിലിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഇങ്ങനെ വാച്ച്മാനെ വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? ഒരു റിപ്പോർട്ട് രാജാവിന് കൊടുക്കാൻ വേണ്ടി. സംഭവം നടക്കുന്നതിന് മുമ്പേ അവൻ കാണും, വരുന്നതിന് മുമ്പേ അവൻ കാണും, നാട്ടുകാർ കാണുന്നതിന് മുമ്പേ അവൻ കാണും. അതിനുവേണ്ടി ടാരി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയട്ടെ, ഇടയ്ക്ക് കയറി ഒരു ദൂതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഇൻ്റർസെസറി പ്രെയർ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ പൊസിഷൻ ആത്മീയമായി ഉയർത്താൻ പോവുകയാണ്. നിങ്ങളുടെ ഓർബിറ്റ് മാറാൻ പോവുകയാണെന്ന് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കാരണം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പിള്ളേരും എന്ന് പറയുന്ന ചിന്താഗതി മാറിയിട്ട്, കർത്താവേ, എൻ്റെ സമസൃഷ്ടങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർ, സ്തോത്രം, എന്നോടുകൂടെ എൻ്റെ കുടുംബത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെടണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കർത്താവ് ചില വാച്ച്മാന്മാരെ ആത്മീയ മേഖലയിലാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തത് ദ ടാരിങ് ഓഫ് എ ഫാർമർ, അതല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ കാത്തിരിപ്പ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്.
കൃഷിക്കാരൻ മുൻമഴയും പിന്മഴയും കിട്ടുന്നത് വരെയും കാത്തിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. കൃഷി ചെയ്തു, വിതച്ചു, പക്ഷേ മഴ പെയ്യുന്നതിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. അതല്ലെങ്കിൽ അത് സീസൺ വരാൻ വേണ്ടി അവൻ കാത്തിരിക്കുന്നു. എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ചെയ്യേണ്ടത് മഴയാണ് ചെയ്യേണ്ടത്. അത് വരും വരും വരും. ആര് പറഞ്ഞു വരുമെന്ന്? സ്തോത്രം. വെതർ ബ്യൂറോ പറയുന്നില്ലെങ്കിലും അവന് നല്ല ഉറപ്പാണ്, എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് സീസൺ നിന്ന് പോകത്തില്ല. ഹല്ലേലൂയ. രാജ്യത്തിൻ്റെ വെതർ ബ്യൂറോ പറയുന്നത് ഇപ്പോഴെങ്ങും മഴ പെയ്യത്തില്ലെന്ന്. എന്നാൽ കർത്താവിന് ഒരൊറ്റ കാറ്റടിപ്പിച്ചാൽ ആ ഫാർമർ വേണ്ടി, ആ കർഷകന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നാലാമത്, ആമേൻ, ടാരിങ് ഓഫ് ആൻ അത്ലറ്റ്. ആമേൻ. സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഓട്ടക്കാരൻ. അവൻ ഇങ്ങനെ കുനിഞ്ഞ് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക, ഓടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക, വിസിൽ കേൾക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. റെഡി 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ആ വിസിലടിക്കുകയോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് അവൻ ഓടേണ്ടത്. അതിന് മുമ്പേ ഓടിയാൽ പ്രയോജനമില്ല, അവൻ ഫൗളായി ഔട്ടാകത്തേ ഉള്ളൂ. ടൈമിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവൻ സ്തോത്രം ചെയ്യുന്നു. അടുത്ത ഒന്ന്, ടാരിങ് ഓഫ് എ സോൾജിയർ. യുദ്ധം ചെയ്യാൻ വേണ്ടി അവൻ്റെ ആയുധമെല്ലാം എടുത്ത് അവൻ കാത്തിരിക്കുക. സ്തോത്രം. ചുമ്മാ വെടിവെക്കരുത്, ആകാശത്തോട് ചുമ്മാ വെടിവെക്കുന്നവരായിട്ടല്ല അവരിങ്ങനെ കാത്തു നിൽക്കുന്നത്. എന്നോട് എൻ്റെ കമാൻഡർ ഇൻ ചീഫ് പറയുമ്പോഴാണ് ഞാനത് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ, ഈ ബട്ടൺ അമർത്തുക, മിസൈൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം ഞാനത് ചെയ്യും. കാരണം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സ്തോത്രം. ടാരിങ്. ഇനി അടുത്തത്, ടാരിങ് ഓഫ് ആൻ ആർച്ചർ. മുമ്പേ പറഞ്ഞതുപോലെ വില്ലാളി. ഞാനത് കഴിഞ്ഞ ദിവസം പറയാനിടയായി തീർന്നു, എങ്കിലും ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് കൈറോസ് എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു. എന്താണ് കൈറോസിൻ്റെ അർത്ഥം? ആമേൻ. കൈറോസിൻ്റെ സമയത്തെക്കുറിച്ചാണല്ലോ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങളാണ്. ഒന്ന് കൈറോസും മറ്റൊന്ന് ക്രോണോസും. ക്രോണോസിൻ്റെ പ്രത്യേകത എന്താണ്? ക്രോണോസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ദിനവൃത്താന്തം പോലെ ഈ കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കുക. എന്നാൽ കൈറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോപ്രിയേറ്റ് ടൈം, ഒരു പിൻ പോയിൻ്റ്, ഒരു പ്രത്യേക സമയം, അനേക സമയങ്ങളുടെ ഇടയിൽ ഒരു സമയം. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഡിവൈൻലി അപ്പോയിൻറ്റഡ് ടൈം. ആ സമയത്ത് വേണം എഴുന്നേക്കാൻ, പ്രവർത്തിക്കാൻ. അതിനു മുമ്പ് പ്രവർത്തിച്ചാൽ വർക്ക് ചെയ്യത്തില്ല. ആമേൻ. ആ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിലുണ്ട്, പക്ഷെ ഒന്നും കാണണമെന്നില്ല. ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒന്നും ദോഷമല്ല, ഉപവസിച്ചേ പറ്റൂ, പ്രാർത്ഥിച്ചേ പറ്റൂ. ആ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലുണ്ട്. ഈ പട്ടണങ്ങളിലൊക്കെ അനേക ഭക്തന്മാർ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവരെല്ലാം വിഡ്ഢികളായിട്ടല്ല, അവർക്ക് ദൈവം കൊടുത്ത ആത്മഭാരമാണ്. സ്തോത്രം. പക്ഷേ അവർക്കാർക്കും പലർക്കും ദൈവപ്രവൃത്തികൾ കാണാൻ പോലും കഴിഞ്ഞില്ല. അവർ വിതച്ചതിനെയാണ് ദൈവം നാം കൊയ്യുവാനായിട്ട് ഏൽപ്പിക്കുന്നതെന്ന കാര്യം മറന്നു പോകരുത്. ആമേൻ. സ്തോത്രം. അടുത്തത്, ആമേൻ, അതുകൊണ്ട് കൈറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻലി അപ്പോയിൻറ്റഡ് ടൈം. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ആമേൻ. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. നമ്മൾ കണ്ടു, ആമേൻ, വാഗ്ദത്ത നിവർത്തിയുടെ സമയമാണ്. കർത്താവ് നമ്മൾ പറഞ്ഞല്ലോ, ഈ പുതിയ വർഷം എന്താണ്? ആമേൻ, വാഗ്ദത്ത നിവർത്തികളുടെ സമയമാണ്. ആമേൻ, ഫുൾഫിൽമെൻറ്റിൻ്റെ സമയമാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അനേക വർഷങ്ങൾ കാത്തിരുന്നു, എന്നാൽ ഈ വർഷം കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. ഏറ്റവും ഒടുവിലായിട്ട് ടാരിങ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പൈതലിൻ്റെ കാത്തിരിപ്പ്. ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഒരല്പസമയങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ആമേൻ. ഡീപ്ലി ഇറങ്ങി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മെ തൊടുവാൻ പോവുകയാണ്. ആ ദൂതിനകത്ത് ദൈവം നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്.